ബാങ്കിങ് ടൈം കഴിഞ്ഞതിന് ശേഷം 5:41 വേറെ മൂന്നാമതൊരാൾ ഇത് ഒപ്പിട്ടെടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയെ വിചാരിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ബാങ്കിൽ ഇത്ര ഇടപാട് നടത്താൻ പറ്റത്തില്ല. അശ്വതി കെ നായർ എന്ന് പറയുന്ന ആളുടെ വസ്തുവിൽ എങ്ങനെയാണ് ഉഷാകുമാരിക്ക് ലോൺ കൊടുത്തതെന്നുള്ളത് പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും ആ 2022 അന്ന് ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നത്. വളരെ അവശനാണ് ഞാൻ. എനിക്ക് നടക്കാൻ പോയി ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നട്ടെല്ലാം പൊട്ടി യാത്ര ചെയ്യാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ്. വർഷം 2016 കടയ്ക്കാവൂർ സ്വദേശി ഉഷകുമാരി ആത്മഹത്യ ചെയ്യുന്നു. കിഴുവലം സഹകരണ ബാങ്കിൽ നിന്നും യുവതിയുടെ പേരിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ലോണായിട്ടും മുക്കുപണ്ടം പണയം വെച്ചുമൊക്കെയാണ് തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഉഷകുമാരിയല്ല ലോൺ എടുത്തതും ഈ മുക്കുപണ്ടങ്ങളൊന്നും പണയം വെച്ചതും. ആ സമയത്ത് 2016 ഈ ഉഷകുമാരിയുടെ സഹോദരിയെയും ഭർത്താവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഉഷകുമാരിയുടെ ഭർത്താവ് സുനിൽകുമാറാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ആ കേസിൽ ചില സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ബാങ്കിലേക്ക് അന്വേഷണം നീങ്ങാത്തത് എന്ന തരത്തിലുള്ള സംശയങ്ങളിലേക്കും നീങ്ങുന്നുണ്ട്. എന്താണ് ആ സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത്? ആ സമയത്ത് മരണം നടത്തിയ ശേഷം അന്ന് ഈ ശരീരത്തിൽ ഏകദേശം 45 അടിയുടെ പാടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അന്ന് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ മരിക്കുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഒരു 11-ാം തീയതി 27-ാം തീയതി മരിക്കുന്ന 11-ാം തീയതി എൻ്റെ വൈഫിൻ്റെ പേരിലുണ്ടായിരുന്ന 2,60,60,000 രൂപ ഒരു പണയം ഈ ബാങ്കിൻ്റെ കാട്ടുംപക ശാഖയിൽ ഉണ്ടായിരുന്ന പണയം ബാങ്കിങ് ടൈം 5 മണിയാണ്. ബാങ്കിങ് ടൈം കഴിഞ്ഞതിന് ശേഷം 5:41 വേറെ മൂന്നാമതൊരാൾ ഇത് ഒപ്പിട്ടെടുത്തിട്ടുണ്ട്. ബാങ്ക് പണയം ഒപ്പിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ ഒരു വിജിലൻസിൻ്റെ പരിശോധന ഉണ്ടായിരുന്ന ദിവസമാണ്. അപ്പോൾ അതേ സമയം ബാങ്ക് ടൈം മാറിയിട്ട് ഏകദേശം ഒരു 10 ലക്ഷം രൂപ പണയം അന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടുത്തെ ബാങ്ക് മാനേജർ കൊടുത്ത റിപ്പോർട്ട് ഇതെല്ലാം മുക്കുമണ്ഡങ്ങളായിരുന്നു. അതിൽ എൻ്റെ വൈഫിൻ്റെ പേരിലുണ്ടായിരുന്നു 2,60,60,000 രൂപ പണയം ഉണ്ടായിരുന്നു. ഇതുവരെയും ആ ഒപ്പിട്ട് കൊടുത്ത ആൾ പ്രദീപകുമാർ എന്ന ആളാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന രസീതിലുണ്ടായിരുന്ന പേരുണ്ട്. അതുമാത്രമേ എനിക്ക് അറിയാവൂ. അനിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അത് തിരിച്ചെടുക്കാൻ സഹായിച്ചിരിക്കുന്നത്. പക്ഷേ തിരക്കിയപ്പോൾ അറിഞ്ഞത് അന്ന് ഈ അനിൽ ഈ കാട്ടുംപുറ ശാഖയിലെ ഉദ്യോഗസ്ഥനല്ല, ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. അന്ന് അദ്ദേഹം മെയിൻ ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാണല്ലോ അത് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അന്ന് ഞാൻ പോലീസിനടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ഉഷയാണ് ഈ മുക്കുമണ്ഡം വച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഉഷ പേരിൽ അവർ നടപടിയെടുത്തില്ല? അത് 2016 2012 ഈ പണയം വെച്ചിരിക്കുന്നത്. 4 വർഷം ഈ പണയം അവിടെ ഇരുന്നു. അപ്പോൾ അന്ന് വിജിലൻസ് പരിശോധന ഉണ്ടെന്ന് അതേ ദിവസമാണ് ഈ പണയം തിരിച്ചെടുത്തിരിക്കുന്നത്. അവിടെ 8.5 പൗണ്ട് സ്വർണം ഈ വൈഫിൻ്റെ പേരിലുണ്ടായിരുന്ന പണയം വേറെ കുറച്ച് പണയങ്ങൾ എടുത്തിട്ടുള്ളതൊക്കെ രേഖകളല്ലാതെ അത് എങ്ങോട്ട് പോയെന്നുള്ള ഒരു ഇതും കാണിച്ചിട്ടില്ല. ഇത്രയും ഈ സമയത്തിനിടെ ഈ ബാങ്ക് ഈ പ്രദീപകുമാർ എടുത്തുകൊണ്ട് പോയ സ്വർണ്ണം എന്താണെന്നോ മുക്കുപണ്ടമാണോ അല്ലെങ്കിൽ എന്താണ് എടുത്തുണ്ടോ എന്തിനാണ് ആ പണയം എടുത്തതെന്നോ ഇതുവരെ ചോദ്യം ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇതുവരെ പോലീസായിട്ട് യാതൊരു കോൺടാക്ട് നടത്തിയിട്ടുമില്ല. എനിക്ക് പറയില്ല. 2011 ഓയിൽ 534/2011 നമ്പറിൽ എൻ്റെ വൈഫിൻ്റെ പേരിൽ അവിടെ നിന്ന് 4 ലക്ഷം രൂപ ലോൺ പാസ്സായിട്ടുണ്ട്. വൈഫ് മരിക്കുന്ന 2016 വരെ 1 രൂപ തിരിച്ചടച്ചിട്ടില്ല. അത് എന്ത് ഈട് വെച്ചാണ് ലോൺ പാസ്സായി കൊടുത്തിരിക്കുന്നുള്ളതിന് മറുപടി എനിക്ക് ബാങ്കുകാർ തന്നിട്ടില്ല അന്നുവരെ. അതിന് വൈഫിൻ്റെ കുടുംബത്തിനോ കേരളത്തിലെങ്കിലും 1 സെൻറ്റ് വസ്തുവില്ല. വൈഫ് കടയ്ക്കാർ ബാങ്ക് അയച്ച അന്ന് മുതൽ എൻ്റെ കൂടെയാണ് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വസ്തുവിൻ്റെ വീട് ഈട് വച്ചിട്ടില്ല. അപ്പോൾ എന്ത് ഈടില്ല വസ്തുവിലാണ് ഒരു ലോൺ കൊടുക്കുന്ന നിയമ പ്രൊസീജിയറൊന്നും പാലിക്കാതെയാണ് കൊടുത്തിട്ടില്ല. പിന്നെ ബാങ്കിൽ നടന്നിരിക്കുന്ന എല്ലാ ഇടപാടുകളിലും വ്യാജമായ അഡ്രസ്സാണ് വെച്ചിരിക്കുന്നത്. ഈ ബാങ്കുകാർക്ക് യാതൊരുവിധ കോൺടാക്റ്റ് നടത്താൻ പറ്റാത്ത അഡ്രസ്സാണ്. അത് ഒരു കുറച്ച് നാളിന് മുമ്പ് 10-20 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസം അവിടെ ഒരു വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു അഡ്രസ്സാണ് ഈ ഇടപാടിലെല്ലാം വച്ചിരിക്കുന്നത്. ഒരു ലോണിൽ കൊടുക്കുമ്പോഴത്തേക്ക് റെസിഡൻസ് അഡ്രസ്സ് വേണം, ബാക്കി ഒരുപാട് പ്രൊസീജിയറുണ്ട്, അതൊന്നും അവർ പാലിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ഈടിലാണ് ആ ലോൺ കൊടുത്തിരിക്കുന്നതെന്ന് പോലും പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അവസാനം ഇപ്പോൾ നവംബറിൽ ഞാൻ ബഹുമാനപ്പെട്ട SP നേരിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് എന്ത് വസ്തുവാണെങ്കിൽ അതെങ്കിലും കിട്ടണം, എനിക്കറിയണം ഏത് വസ്തു വെച്ചാണ്. അപ്പോൾ അവരൊരു സർവേ നമ്പർ തന്നു. അപ്പോൾ ആ സർവേ നമ്പറിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരു അശ്വതി കെ നായരുടെ വസ്തുവാണിത് എന്ന് മാത്രമേ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവരാണ് ഇതിൽ കരമടച്ചിരിക്കുന്നത് അവിടെ തിരക്കിയപ്പോഴത്തേക്ക്. പക്ഷേ വേറെ ഡീറ്റെയിൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ അശ്വതി കെ നായർ എന്ന് പറയുന്ന ആളുടെ വസ്തുവിൽ എങ്ങനെയാണ് ഉഷാകുമാരിക്ക് ലോൺ കൊടുത്തതെന്നുള്ളത് പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഈ അന്വേഷണം ഈ ബാങ്കിലോട്ട് തിരിയുന്നില്ല എന്ന് അറിഞ്ഞ 2024 നവംബർ മുതൽ
ഇതുവരെ ഈ മാസം വരെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിൽ 3 പ്രാവശ്യം പോയിരുന്നു. അദ്ദേഹത്തിന് അഡീഷണൽ സെക്രട്ടറി ശശി സാറിനെ കാണുകയും അദ്ദേഹം ആദ്യം ഈ കേസെല്ലാം നോക്കി ഫയലെല്ലാം നോക്കിയിട്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു കേസാണെന്ന് കൊണ്ട് അപ്പോൾ തന്നെ SP വിളിച്ചിട്ട് ഇത് എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണം, ഒരു സ്ത്രീയുടെ പേരിൽ ഇത്രയും മാരകമായ ഒരു മുഖവിളക്ക് വരുത്തുകയും ഇങ്ങനെ ബാങ്കിൽ ഇടപാട് നടത്തുകയും ചെയ്തിട്ട് എന്തോ ശേഷം നീണ്ടു പോകുന്നില്ലെന്നൊക്കെ ഉള്ള അന്ന് രാത്രി കിരൺ മേഡമായിരുന്നു ഇവിടുത്തെ SP ആയിട്ടിരുന്നത്. എന്നെ രാത്രി തന്നെ അവിടെ പോയി കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടു. വീണ്ടും അന്വേഷണം തുടങ്ങിയ മേഡം മാറിയപ്പോഴേ ശേഷമാണ് ഇപ്പോഴത്തെ SP സാറ് വന്നത്. അതിനുശേഷം വീണ്ടും ഒരു അന്വേഷണം നടന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തിനെ മാർച്ച് 18-ാം തീയതി പോയി കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ രേഖകളെല്ലാം നോക്കിയിട്ട് പറയണത് തന്നെയാണ്, ഒരാളോ ഒരു വ്യക്തിയോ വിചാരിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ബാങ്കിൽ ഇത്ര ഇടപാട് നടത്താൻ പറ്റത്തില്ല. ആരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അദ്ദേഹം എൻ്റെ മുമ്പ് വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ പറഞ്ഞത്. ഈ സഹോദരിലേക്കും ഭർത്താവിലേക്കും എങ്ങനെയായിരുന്നു അന്വേഷണം നീങ്ങിയത്? സഹോദരി ഈ ഹൈക്കോടതിയിൽ നിന്ന് 2025 വരെ കേസ് അവസാനിപ്പിച്ചു. യാതൊരുവിധ അന്വേഷണം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് സാധാ ഒരു ആത്മഹത്യ, ഇത്രയും തെളിവുണ്ടായിട്ടും ഒരു സാധാ ആത്മഹത്യ എന്നുള്ള രീതിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ പോയി. അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്നാണ് ഇത് പിന്നെ പുനരന്വേഷണ ഉത്തരവിട്ടിട്ട് 3 മാസത്തെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന് മണ്ഡലം റിപ്പോർട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് അന്നത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് DSP സുൽഫിക്കർ സാറാണ് ഇത് അന്വേഷണം തുടങ്ങിയിട്ട് 1 മാസം ആയപ്പോഴത്തേക്ക് ഈ അനിയത്തിയും ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. ഇതിൽ അവിടെ നടത്തിയ ഒപ്പെല്ലാം ഉഷയുടെ ഒപ്പല്ല എന്നുള്ളത് അവർക്ക് പരിശോധനകൾ മനസ്സിലായി. ആ ഒപ്പിട്ടിലായിട്ടങ്ങനെ ലതയെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ് ഒപ്പിട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അവർ ജാമ്യത്തിൽ ഇറങ്ങി. ഇവർ രണ്ടുപേരും അന്ന് ആ 2022 അന്ന് ചെയ്ത അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് നിൽക്കുന്നത്. ഈ ബാങ്കിലോട്ട് മറ്റുള്ള ഉദ്യോഗസ്ഥരിലോട്ട് കേസ് നീങ്ങുന്നില്ല, കേസ് പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 1.5 വർഷം കൊണ്ട് വളരെ അവശനാണിയായി. എനിക്ക് നടക്കാൻ പോയി ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി നട്ടെല്ലാം പൊട്ടി യാത്ര ചെയ്യാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ഈ കയറി ഇറങ്ങുന്നതും ഈ ഓഫീസിലെല്ലാം കയറി ഇറങ്ങുന്നതും എല്ലാം ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ യാതൊരു ഫലവും ഇതുവരെയും കാണുന്നില്ല അതിനെപ്പറ്റി. ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ 3 പ്രാവശ്യം പോയി. ഞാൻ നവകേരള സദസ്സിൽ പരാതി കൊടുത്തു. അതിലും എനിക്കൊരു ഫലം ഒരു ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് ചെന്നപ്പോഴത്തേക്ക് ശശി സാർ പറഞ്ഞത് DIG അജിത ബേഗത്തിനെ പോയി കാണണമെന്ന് പറഞ്ഞു. മേഡത്തിനെയും പോയി കണ്ട് മേഡം പരാതി സ്വീകരിച്ചു. ഓഗസ്റ്റ് 27-ാം തീയതി 2025 ഓഗസ്റ്റ് 27-ാം തീയതി മേഡത്തിനെ കണ്ടു. മേഡം പരാതി സ്വീകരിച്ചു. പക്ഷേ ഇതുവരെ യാതൊരുവിധ അന്വേഷണം 2 പ്രാവശ്യം ഞാൻ ഓഫീസിൽ പോയി. വിളിപ്പിക്കാമെന്ന് പറയുന്നതല്ലാതെ അവർ യാതൊരുവിധ കേസായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതായിട്ട് ഭാര്യ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അന്ന് രാത്രി 10 മണിക്ക് വിളിച്ചതാണ്. എന്നും വിളിക്കുന്ന 10 മണിക്ക് വിളിച്ച് അന്ന് രാത്രി 10 മണി. പക്ഷേ സംസാരിക്കാനത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രയാസമായിട്ട് ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് മതിയാക്കി കിടക്കുകയാണ് ചെയ്തത്. ഞാനും അന്ന് മതിയാക്കി. എന്ന് രാത്രി 10 മണിയാകുമ്പോൾ ഞാൻ വിളിക്കും. രാത്രി മക്കളൊക്കെ തിരിച്ച് വന്നതിന് ശേഷം വിളിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളത് സാധാരണ. അന്നും അതുപോലെ വിളിച്ചിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു വിഷയമുള്ളതായിട്ട് മക്കളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആളിന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇവർ ഈ വാങ്ങിച്ച സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു, അനിയത്തിയോടുള്ള വിശ്വാസമായിരുന്നു. പക്ഷേ അതെല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ ബാങ്കിലെ മറ്റുള്ള ഇടപാടുകൾ അറിയുന്നത്. പിന്നെ 1 ലക്ഷം രൂപ ഒരു ചിട്ടി പിടിച്ചിട്ടുണ്ട്. ഈ ചിട്ടിയിലും എന്താണ് ആദ്യത്തെ ചിട്ടി തന്നെ പിടിച്ചിട്ടുണ്ട്. അതിനും അഡ്രസ്സ് വ്യാജമാണ്. അഡ്രസ്സ് ഉഷയുടെ പേരിലാണ് ചിട്ടി പിടിച്ചിരിക്കുന്നത്. അതിൽ എന്ത് ജാമ്യം നിന്നാണ് ഈ ചിട്ടി പിടിച്ച് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇതുവരെ ഞാൻ ചോദിച്ചിട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല. എനിക്ക് ഒരു അന്വേഷിച്ചിട്ടുമില്ല ഇതുവരെ. ഒരു ചിട്ടി ഫസ്റ്റിലൊക്കെ ചിട്ടി പിടിക്കുമ്പോഴത്തേക്ക് വെറുതെ കൊടുക്കില്ലല്ലോ. ഫസ്റ്റ് ചിട്ടിയാണ് പിടിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞത്. വൈഫ് മരിക്കുന്ന ആ ആഴ്ച, അതായത് ജൂലൈ 18-ന് ശേഷം, 27-ാം തീയതിയാണ് മരിക്കുന്നത്. ജൂലൈ 18-ന് ശേഷം 22-ാം തീയതിക്കകത്ത് ഈ 2 ദിവസമായിട്ട് 12 ചിട്ടിയുടെ പൈസ ഒരുമിച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ചിട്ടി കുടിശ്ശിക ഉണ്ടായിട്ടും അതിന് രസീത് എൻ്റെ കയ്യിൽ കിട്ടി. എന്തുകൊണ്ട് ഇത്രയും 2012 തുടങ്ങി ചിട്ടി ഇത്രയും കുടിശ്ശിക ഉണ്ടായിട്ട് എന്തുകൊണ്ട് ജാമ്യക്കാരിൽ ഇവർ നടപടിയെടുക്കുകയോ ഈ 12 ചിട്ടി ഒരുമിച്ച് എൻ്റെ വൈഫ് എന്നെ അടയ്ക്കേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചത്. പക്ഷേ അതിൻ്റെ ഈ ആരാണ് ജാമ്യം നിന്നതെന്നോ ആരാണ് ഈ ലോൺ ഈ ചിട്ടി കൊടുത്തതെന്നോ ആർക്കാണ് കൊടുത്തതെന്നോ ഇതുവരെ പോലീസ് അന്വേഷണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഈ ലോൺ പാസ്സാക്കിയത് ആരെന്നോ ലോൺ എങ്ങനെയാണ് പാസ്സാക്കിയതെന്നോ ഒന്നും ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അതിപ്പോൾ ഈ ഡിസംബറിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ലാസ്റ്റിൽ ബാങ്കിൻ്റെ അന്വേഷണം എന്തായി എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് സെപ്റ്റംബർ 30-ാം തീയതി കേസ് അന്വേഷണം അവസാനിപ്പിച്ചു.
ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാനുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട് ബാങ്കിലായിട്ട് യാതൊരു അന്വേഷണവുമില്ല. ബാങ്കിലെ മറ്റുള്ള ഉദ്യോഗസ്ഥരാരും ഇതിൽ ഉള്ളതായിട്ട് ഒരു തെളിവുമില്ല. അതുകൊണ്ട് ബാങ്കുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഇല്ല എന്നവർ ഫൈനലായിട്ട് പറഞ്ഞു. പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഒന്നും കൂടെ പിന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ പോയത്. പക്ഷേ പോയതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞിട്ടല്ലാതെ വേറെ നടപടി ഇതുണ്ടായിട്ടാണ് എനിക്ക് അറിയില്ല. അത് ഈ 45 മുറിവോളം ശരീരത്തിലുണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ദുരൂഹത എന്തെങ്കിലും ഉണ്ടല്ലോ, ദുരൂഹത ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരാൾ നല്ലൊരു കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് എനിക്ക് കടബാധ്യതയില്ല, ഒരു ആദ്യമില്ല. എൻ്റെ മക്കളെ സംബന്ധിച്ച് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ പഠിക്കാനൊക്കെ വല്ല ആയിരുന്നു. ഒരാളിങ്ങനെ വെറുതെ മരിക്കുക, ആത്മഹത്യ ചെയ്യുക, എന്നിട്ട് ശരീരത്തിൽ അടിയുടെ പാടൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ദുരൂഹത ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ കടയ്ക്കൽ സ്റ്റേഷനിൽ ഈ അന്വേഷണം നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് മേലോട്ട് പരാതി കൊടുത്തത്. വീട്ടിലുണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത സമയത്ത് മക്കൾ മാത്രമേ ഉള്ളായിരുന്നു, മോളും മോനും ഉള്ളായിരുന്നു, മാത്രമേ ഉള്ളായിരുന്നു രാത്രി. ഈ കടയ്ക്കാവൂർ സ്റ്റേഷനിൽ അന്വേഷണം നടക്കാത്തതുകൊണ്ട് മറ്റ് കോടതിയിൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു, മേൽക്കോടതിയിലും? ഇല്ല, കോടതിയിൽ പോയില്ല. ഞാൻ അന്ന് ADGP സന്ധ്യ മേഡം ഉണ്ടായിരുന്നു. എസ് പിക്ക് കൊടുത്ത് സന്ധ്യ മേഡമാണ് ഈ അന്വേഷണം, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ട് അന്വേഷണം കടയ്ക്കൽ സ്റ്റേഷനിൽ നിന്ന് ജില്ലാ ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ട് അതിനുശേഷം അന്വേഷണം പിന്നെ നടന്നിട്ടില്ല. നടക്കാതെയാണ് യാതൊരു അന്വേഷണം നടക്കാണ് 2021 ഈ കേസ് അവസാനിപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ട് ഈ പുനരന്വേഷണം ഓർഡർ ഇട്ടത്. ഇത്രയും രേഖകൾ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ പറയുന്നതല്ല. ബാങ്കിൻ്റെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഏതെല്ലാം ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ബാങ്ക് രേഖകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഈ ജൂലൈ 11 ഈ ബാങ്കിൽ നടന്ന പണ ഇടപാട് ഞാൻ ജില്ലാ സഹകരണ രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു. അവിടുന്ന് ഞാൻ പരാതിയുടെ വാങ്ങിച്ചിട്ടുണ്ട്. വിവരാവകാശം വാങ്ങിച്ചാൽ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ 11 ബാങ്ക് അടച്ചതിന് ശേഷം നടന്ന ഈ ഇടപാടുകളിൽ ദുരൂഹതയുണ്ട്, ഇതിലൊരു ശക്തമായൊരു അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് എഴുതി തന്ന സർട്ടിഫിക്കറ്റ് പേപ്പറിൻ്റെ ഉണ്ട്, ഓർഡർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതെല്ലാം അവിടെ കൊടുത്തിട്ടും പോലീസ് ഈ ക്രൈംബ്രാഞ്ചിൽ 2 ഉദ്യോഗസ്ഥരാണ് കൊടുക്കുന്ന റിപ്പോർട്ടാണ് അവർ മെയിനായിട്ട് ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നത്. അവരാണിത് ലാസ്റ്റിൽ ഞാൻ ചെന്ന സമയത്തും DSP സാറിനെ കാണാൻ കണ്ടിട്ട് ഞാൻ സംസാരിക്കാനുള്ള അവസരം എനിക്ക് തരുന്നില്ല. അവരങ്ങ് പറയാണ് ഇത് ബാങ്കിൽ നടന്നിട്ടില്ല. ഇതെങ്ങനെയാണ് ഈ പ്രദീപ് കുമാർ ഈ പിഴ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് അത് അയാളെ ചേട്ടൻ വന്ന് പറഞ്ഞു ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു, അയാൾ ഒപ്പിട്ട് കൊടുത്തു. അത്ര തന്നെ. അത് വേറെ വലിയ അവർ നിസ്സാരമായിട്ടാണ് പറയുന്നത്, അതിൽ വേറെ വലിയ നിസ്സാരമൊന്നുമില്ല. ഇയാൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. എൻ്റെ കുടുംബം തന്നെ നഷ്ടമായി, പിന്നെ അതിൽ കൂടെ എന്ത് നഷ്ടമാവാനാ? പോലീസ് ഇത് അന്വേഷിച്ചിരിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ പറഞ്ഞതാണ്. ഇതുകൊണ്ട് ഈ ലോൺ എടുത്തത് കൊണ്ടോ ഈ ബാങ്ക് ഇടപാടുകൾ നടത്തിയത് കൊണ്ടോ ഇയാൾക്ക് സാമ്പത്തികമായിട്ട് ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ തെളിവാണ്. അവർ തന്നെയാണ് എൻ്റെ ഭാര്യയുടെ അതേ മോഡലിൽ അവിടെ ഇരുന്ന സ്വർണ്ണങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്ത് പോലീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്വർണ്ണം, 1 ഗ്രാം സ്വർണ്ണം പോലും ഇല്ലാതെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ളതും എൻ്റെ ബാങ്കിൽ കിടന്ന അക്കൗണ്ട് കംപ്ലീറ്റ് പിൻവലിച്ചിട്ടുള്ളതെന്നുള്ളതും പോലീസിന് അറിയാവുന്നതാണ്. ഞാൻ ബാങ്ക് ചെക്ക് ഒപ്പിട്ട് വെച്ചിട്ടാണ് പോകുന്നത്. അന്ന് ATMൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെക്ക് ഒപ്പിട്ട് വെച്ചിട്ടാണ് പോകുന്നത് മാസം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ എടുത്തിരിക്കുന്നതെല്ലാം ആ സാമ്പത്തിക നഷ്ടം അല്ലല്ലോ എൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഒരു നല്ല സ്ത്രീയെ ഈ രീതിയിൽ ബാങ്കുകാരിൽ ഇങ്ങനെ സാമ്പത്തിക കുരുക്കുണ്ടാക്കി ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ട് ആളെ ആത്മഹത്യ ചെയ്യുന്ന പറയുമ്പോൾ അതിൽ കൂടുതൽ നഷ്ടം എന്താ അവർ ഉദ്ദേശിക്കുന്നത് അറിയില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഉദ്ദേശം അറിയാം. അവരിങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇനി കയറി ഇറങ്ങാൻ ഒരു ഓഫീസുമില്ല. പിന്നെ വികലാംഗ കമ്മീഷനൊക്കെ പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു, നവകേരളക്ക് പരാതി കൊടുത്തു. ഇപ്പോൾ ലാസ്റ്റിൽ CM വിത്ത് മീ എന്ന് പറയുന്ന അതിൽ വരെ ഞാൻ വിളിച്ചു നോക്കി. എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒരു മേൽ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എങ്ങൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? എനിക്ക് എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ആരെല്ലാം ഇതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അവരെല്ലാം പേരിലും പ്രതിയാവണം. ഇതിപ്പോൾ അവർ കേസ് അവസാനിപ്പിച്ചു, ചാർജ് കൊടുത്തു. പ്രതിയില്ലാതെയാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. പ്രതികളില്ല. പ്രതികൾ അന്ന് 2002 അറസ്റ്റ് ചെയ്ത 2 പേരേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ അനിയത്തിയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ബാക്കി ഈ ബാങ്ക് നടത്തിയേക്കുന്ന ആരുമില്ല പ്രതികൾ, വേറെ പ്രതികളില്ല. ഇത്രയും ബാങ്കിൽ ഈ ഇടപാടെല്ലാം നടന്ന, അല്ലെങ്കിൽ ഞാൻ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ ഇത്രയും 1 വർഷം കൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയാണ് കയറി ഇറങ്ങുന്നത്. എങ്കിൽ നിങ്ങൾ
ഞാൻ ഇപ്പോൾ ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് കൊടുത്ത മൊഴിയിലും പറഞ്ഞിട്ടുണ്ട്, ബാങ്കുമായിട്ട് നടന്ന എല്ലാ ഇടപാടുകളിലും മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒഫീഷ്യലായിട്ട് തരണം. ഇതിൽ ബാങ്കുകാർക്ക് യാതൊരു ബാധ്യതയില്ല, അവർക്ക് അവരെ പേരിൽ കേസെടുക്കാനുള്ള യാതൊരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നത് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിക്കണം. അറിയിച്ചാൽ ഞാൻ ഈ കേസ് അവസാനിപ്പിക്കാമല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ പുറകെ പോകട്ടല്ല, അല്ലാതെ വാക്കാൽ പറഞ്ഞാൽ പോരാ. അതേ തരാൻ തയ്യാറുമില്ല. ഞാനിപ്പോൾ ലാസ്റ്റിൽ നവംബർ 6-ാം തീയതി DSPയെ കണ്ട സമയത്തും എൻ്റെ ആവശ്യം ഇതേ ഉള്ളായിരുന്നു. അങ്ങനെ ബാങ്കുമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ 1.5 വർഷം കൊണ്ട്, ലാസ്റ്റ് 1.5 വർഷം കൊണ്ട് ഏകദേശം SP-ക്ക് തന്നെ 3 പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട CM-ൻ്റെ ഓഫീസിൽ 3 പരാതി കൊടുത്തിട്ടുണ്ട്. നവകേരള സദസ്സിലൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തേക്കുന്ന ഈ ഒരു പോയിൻ്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ബാങ്കുകാരുടെ പേരിൽ എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ല, നടക്കുന്നില്ല, ഇത്രയും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടും. ഇപ്പോൾ ഫൈനലായിട്ട് നിങ്ങൾ പറയുന്നു അങ്ങനെ കേസെടുക്കാനുള്ള സാഹചര്യം ഇല്ല, ഒരു ക്രിമിനൽ പശ്ചാത്തലം നടന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ കൊടുത്ത പരാതിയിൽ മേൽ കേസെടുക്കാനുള്ള ഇല്ലെന്നുള്ളത് എനിക്ക് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിക്കണം. എനിക്ക് റെക്കോർഡ് തള്ളതോ, അതിനവർ തയ്യാറുമല്ല. വീണ്ടും ഹൈക്കോടതികളിലൊക്കെ പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പരാതികളായിട്ടൊക്കെ മാക്സിമം എല്ലായിടത്തും പോകുന്നത്. ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളൊരു എനിക്കൊരു ന്യായമായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടാവുമെന്നുള്ളത്, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ കൃത്യമായ ഒരു അന്വേഷണം കടയ്ക്കാവൂർ പോലീസ് ഈ കേസിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുമാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്ത ഈ ഭർത്താവിനെയും സഹോദരിയെയും വിട്ടയച്ചിട്ടുണ്ടായിരുന്നു, ജാമ്യത്തിൽ വിട്ടു. അവരിപ്പോൾ പുറത്ത് ഇറങ്ങി നടക്കുകയാണ്. പക്ഷേ ഇനി ബാങ്കിലേക്ക് കൂടി അന്വേഷണം നീങ്ങണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാട് ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നീതി നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.